മാർവൽ കോമിക്സിൻ്റെ പുതിയ സിനിമ മാഡം വെബ് റിലീസായിട്ടുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്സ്. മാഡം വെബ് കാണാൻ പറ്റി. ഡെക്കോട്ട ജോൺസൺ ആണ് മെയിൻ ക്യാരക്ടർ. ഡെക്കോട്ട ജോൺസൺ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. പക്ഷെ മാഡം വെബ് പുള്ളപ്പ് ചെയ്യാൻ ഡെക്കോട്ട ജോൺസന് പറ്റിയോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെക്കോട്ട ജോൺസൺ ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. ഭയങ്കര കാമായിട്ടുള്ള വോയിസ് ഉള്ള, ഭയങ്കര കാം നേച്ചറുള്ള ഒരു ആക്ട്രസ്സാണ്. അവരുടെ വോയിസ് തന്നെ ഭയങ്കര ഒരു സൂത്തിങ് ആയിട്ടുള്ള വോയിസ് ആണ്. അപ്പോൾ മാഡം വെബ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. മാഡം വെബിന് ഫ്യൂച്ചർ കാണാൻ പറ്റും. അപ്പോൾ ഫ്യൂച്ചർ കണ്ട് അതിനനുസരിച്ച് പുള്ളിക്കാരി ഒരു 3 ഗേൾസിനെ അവിടെ അതിലെ ഈവിൾ ക്യാരക്ടറിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് കഥയുടെ പ്ലോട്ട്. അപ്പോൾ ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന മാഡം വെബ് ഡെക്കോട്ട ജോൺസൺ പ്ലേ ചെയ്തത് കൊണ്ട് ആണോ, ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതിൽ ചില സീൻസൊക്കെ, ചില ലാസ്റ്റ് ഒരു വലിയൊരു ഫൈറ്റൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നി ചില ഡയലോഗ് ഡെലിവറിയൊക്കെ. കാരണം അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോയിസോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, എന്താ പറയുക, ഒരു ക്യാരക്ടർ അല്ലാത്ത പോലെ എനിക്ക് തോന്നി ഈ ഡെക്കോട്ട ജോൺസന്റെ പോർട്രേയിൽ. അതുകൊണ്ട് മാഡം വെബ് എത്രമാത്രം പോസിറ്റീവായിട്ട് പുള്ളപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ടാണ്. ചിലപ്പോൾ ഈ കുറച്ച് റീസൺസ് കൊണ്ടാവാം സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂസ് ഉണ്ടാകുന്നത്. മാർവെൽ സ്പൈഡർമാൻ്റെ ലൈഫിൽ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മാഡം വെബാണ് എന്നാണ് പറയുന്നത്. കാരണം മാഡം വെബിന് ഫ്യൂച്ചർ കാണാൻ പറ്റുന്നതുകൊണ്ട് സ്പൈഡർമാൻ എന്തിലൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് കോമിക്സിൽ പറയണത്. അപ്പോൾ എന്തായാലും ബേസിക്കലി കോമിക്സ് അനുസരിച്ച് മാഡം വെബിന് കണ്ണ് കാണില്ല ജനിക്കുമ്പോൾ തന്നെ. പക്ഷേ ഇവിടെ ഡെക്കോട്ട ജോൺസൺ ഒരു പാരാമെഡിക് ആണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വെള്ളത്തിൽ വീണ് പുള്ളിക്കാരിക്ക് ഒരു 3 മിനിറ്റ് കാർഡിയാക് അറസ്റ്റ് വന്ന് അത് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ഉള്ള, എന്താ പറയുക, പിന്നെ എണീക്കുമ്പോഴാണ് പുള്ളിക്കാരിക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചർ കാണുന്നതെന്നാണ് എസക്കിയേൽ എന്ന് പറയുന്ന വില്ലനിൽ നിന്ന് ഡെക്കോട്ട ജോൺസൺ 3 പെൺകുട്ടികളെ രക്ഷിക്കണം. അപ്പോൾ ഈ എസക്കിയേലിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ആണ് ഡെക്കോട്ട ജോൺസന്റെ അമ്മേനെ കൊന്നത്. അത് കൊന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അവിടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, പെറുവിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് സ്പൈഡേഴ്സുമായിട്ട് ആക്സസ് ഉണ്ട്. ഇവരുടെ പവർ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഡെക്കോട്ട ജോൺസന്റെ അമ്മ ഇവരുടെ ഈ സ്പൈഡറിന് ഒരെണ്ണത്തിനെ പിടിക്കുകയാണ്. അപ്പോൾ കുറേ റിസർച്ചൊക്കെ ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ വില്ലൻ എസക്കിയേൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും അതുപോലെ ഡെക്കോട്ട ജോൺസന്റെ അമ്മേനെയും കൊന്നിട്ട് സ്പൈഡറിനെ കൊണ്ടുപോവാണ്. അങ്ങനെ ഈ എസക്കിയേൽ സ്പൈഡറിനെ കൊണ്ടുപോയി അയാൾക്ക് എല്ലാ സൂപ്പർ പവറും കിട്ടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സ്പൈഡറിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന ആൾക്കൊരു കേഴ്സ് ഉണ്ടാവും. ആ കേഴ്സ് അനുസരിച്ച് എപ്പോഴും എസക്കിയേൽ ഭയങ്കര, എന്താ പറയുക, ഭയങ്കര കൊള്ളാത്ത ഡ്രീംസാണ് കാണുന്നത്. അയാൾ എപ്പോഴും എല്ലാവരും കൊല്ലാൻ വരുന്ന ഡ്രീംസാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്രീംസിൽ കാണുന്ന 3 പെൺകുട്ടികളെ ഇയാൾ കൊല്ലാൻ പോവാണ്. അപ്പോൾ ഈ കൊല്ലാൻ പോകുന്ന 3 പെൺകുട്ടികളെ ഡെക്കോട്ട ജോൺസൺ രക്ഷിക്കുകയാണ്. ഇതാണ് ബേസിക്കലി കഥയുടെ പ്ലോട്ട്. അപ്പോൾ എനിവേ, എനിക്ക് അവസാനമൊക്കെ വരുമ്പം മാഡം വെബിന് ഈ അവസാനത്തെ വലിയൊരു ഫൈറ്റിൽ കണ്ണ് കാണാതാവാണ്. പക്ഷെ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഈ ഡെക്കോട്ട ജോൺസന്റെ ക്യാരക്ടർ ഭയങ്കര മദർലി ഫിഗർ പോലെ ആയിപ്പോവാണ്. അതായത് മാഡം വെബിൻ്റെ ഒരു പവറിനല്ലാതെ ഈ 3 പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്ത് ഡെക്കോട്ട ജോൺസൺ അവരെ നോക്കണത് വരെ ഇങ്ങനെ ഒരു അമ്മ മക്കളെ നോക്കണം, അതേ ഒരു സെറ്റപ്പിലാണ്. അതായത് മാഡം വെബിൻ്റെ ആ ഒരു, നമുക്ക് മാഡം വെബ് എന്ന് പറയുമ്പോൾ ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ ഒരു ഡെക്കോട്ട ജോൺസൺ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്രതീക്ഷ. പക്ഷെ ഒന്നാമത്തെ ഡെക്കോട്ട ജോൺസന്റെ സൂത്തിങ് നേച്ചറും പിന്നെ ഈ മദർലി ഫിഗറിന്റെ പോർട്രേലും കൂടി ആയി കഴിഞ്ഞപ്പോൾ മാഡം വെബ് മദർ വെബ് പോലെ ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് അതെന്തോ ഒരു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവസാനമൊക്കെ എത്തുമ്പോൾ ഡെക്കോട്ട ജോൺസന് കണ്ണ് കാണാതെ ഒരു വീൽചെയറിലല്ല, മറ്റേ ഓട്ടോമാറ്റിക് വീൽചെയറിലാണ് പുള്ളിക്കാരി അവസാനം എത്തുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ 3 പെൺകുട്ടികളായാണ് ഡെക്കോട്ട ജോൺസൺ ആ ടൈമിൽ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരി അപ്പോഴും പക്ഷേ ഫ്യൂച്ചർ കാണാൻ പറ്റും. എന്തായാലും അതൊക്കെ അതിൻ്റെയൊക്കെ കുറേ ഡെക്കോട്ട ജോൺസൺ ആ സമയത്ത് മാനറിസംസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു മാഡം വെബ് അല്ലാതെ ഒരു മദർ വെബ് സെറ്റപ്പിലേക്ക് മാറിപ്പോയ പോലെ എനിക്ക് തോന്നി. പിന്നെ അവസാനം ഇങ്ങനെ ഇതിങ്ങനെ കണ്ണിലിങ്ങനെ സ്പൈഡർമാൻ്റെ കണ്ണിൽ കണ്ണ് കാണാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ, പക്ഷേ മാഡം വെബിന് അവസാനം കണ്ണ് പോകും. അതുകൊണ്ട് കണ്ണ് മൊത്തം ഇങ്ങനെ അടച്ചിട്ടുള്ളൊരു ഷീൽഡാണ് കണ്ണിൽ. അതൊക്കെ വെച്ചിട്ടിങ്ങനെ 3 പെൺപിള്ളേരിങ്ങനെ ആ 3 പെൺകുട്ടികളിങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പുള്ളിക്കാരി ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേറ്റ് വരുന്ന പോലത്തെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റേഷനിൽ പോയത് കൊണ്ടാണോ അതോ അങ്ങനെ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. സിനിമ ഓവറോൾ എനിക്ക് ഓക്കെ ആയിട്ടേ പറയാനുള്ളൂ, അല്ലാതെ ദ ബെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ പറയാനില്ല. ഞാൻ ഈ വർഷം കണ്ടതിൽ അത്യാവശ്യം അത്ര നല്ലതല്ലാത്തൊരു സിനിമ പോലെ തോന്നി.
തിയേറ്ററിലാണ് കണ്ടത്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനും എനിക്കൊന്നും തോന്നിയില്ല. നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കണ്ടാലും തിയേറ്ററിൽ കണ്ടാലും ഒരേ എക്സ്പീരിയൻസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ. പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണ്. നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി കാണാമെന്നുള്ള പാകത്തിന് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഐമാക്സ് 4DXൽ കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 4DXൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. സ്റ്റിൽ അങ്ങനെ ഒരു മൊമെൻ്റ് ഉള്ള സിനിമയല്ലായിരുന്നു. പിന്നെ അത്യാവശ്യം സ്റ്റണ്ടൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റണ്ടാണെങ്കിലും ഈ പറയുന്ന പോലെ മാഡം വെബിൻ്റെ സ്റ്റണ്ടാണെങ്കിലും ഭയങ്കര പ്രൊട്ടക്ഷൻ, അമ്മ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴുള്ളൊരു സ്റ്റണ്ടായിരുന്നു. അല്ലാതെ ഒരു പവർഫുൾ സ്റ്റണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഓവറോൾ അത്ര അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല, ഓക്കെ ആയിരുന്നു. സോ അതാണ് മാഡം വെബിനെ പറ്റിയുള്ള എൻ്റെ റിയാക്ഷൻ. നിങ്ങൾ മാഡം വെബ് കണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. ചിലപ്പോൾ കോമിക്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല, ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.